കയറിക്കോളി. എനിക്ക് കുറച്ച് നേരം എടുക്കും, നിങ്ങൾ വിളിച്ചോളി. ആ എൻ്റെ വാടകാശിന് ഇതുപോലെ ഒരെണ്ണം മതിയല്ലോ. പിന്നെയും കയറാണ്. ഈ മുട്ടയ്ക്ക് ഇത് തന്നെയാണ്. ഇത് വെച്ചോ മാഷേ. ആ ആയിക്കോട്ടെ. എടുക്കണില്ലല്ലോ മാഷേ. മാഷ് പോരെ പൊക്കോ, കിട്ടണേ ഞാൻ വന്ന് പറഞ്ഞോളാം. എന്നാ ശരി മോനെ, ഓന്ന് സുഖമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആ എന്താ മോളെ, എന്താ പറ്റിയേ? തട്ടിക്കൊണ്ടുപോയത് ആഷിക്ക് ജോലി ചെയ്യുന്ന കമ്പനിയുടെ ബസ്സാ. അതിൽ ഇന്ത്യക്കാരും ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വാർത്തയിൽ വന്നു. നീ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയാലോ? 10,000-2000 പേര് പണിയെടുക്കുന്ന കമ്പനിയാ. അതും ഇന്ത്യക്കാരവരെന്തിനു പിടിക്കണം? ദേ ചേട്ടാ ചേച്ചി, നിങ്ങളിങ്ങനെ കൂടിയിരുന്ന് വെറുതെ മറ്റുള്ളവരും കൂടി വിഷമം ഉണ്ടാക്കല്ലേ. ഒന്നുമില്ല ഇവിടെ, നിങ്ങൾ പോയിക്കോളി. ചേച്ചി പോയിക്കോ. മോള് ബേജാറാവാതെ, ഇതൊക്കെ അവിടെ പതിവാ. ഞാനിപ്പോ തന്നെ പോയി ആഷിക്കിനൊന്ന് വിളിച്ചു നോക്കിയിട്ട് വരാം. മാഷ് കൈയെഴുതിയിട്ട് വാ, ചോറ് കഴിച്ചിട്ട് പോയാൽ മതി. മക്കളെ ഞാൻ പോയി വിളിച്ചോളാം. ഈ TV കാണുന്നൊന്നും മോള് വിശ്വസിക്കണ്ട. ഒന്ന് കണ്ടാൽ 9 എന്ന് പറയുന്നവരാ. മോള് സമാധാനമായിട്ടിരിക്കെ. മാഷേ, ആ കമ്പനിയുടെ ബഹ്റിൻ ഓഫീസിൽ വിളിച്ചാലും വിവരം അറിയായിരുന്നു. അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആരുടെയെങ്കിലും നമ്പർ കിട്ടിയാലും കൊള്ളാമായിരുന്നു. മാഷേ, 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 ഇതെവിടെ പോയി? ആ മാഷോ, കേറിയിരിക്കേ. ചേട്ടാ, ഇത് നമ്മുടെ മാഷ് വന്നിക്കണ്. ആ മാഷോ, അപ്പോൾ ഈ വഴിയൊന്നും മറന്നിട്ടില്ല അല്ലേ? നീ കുറച്ച് നാരങ്ങളെടുത്ത മാഷ്ക്ക്. ഞാനൊരു അത്യാവശ്യത്തിനാ വന്നേ. കുറച്ചു മുമ്പ് TV-യിൽ ഒരു ന്യൂസ് കണ്ടു. നമ്മുടെ ആഷിക്ക് ജോലി ചെയ്യുന്ന കമ്പനിയിലെ ബസ് ആരോ തട്ടിക്കൊണ്ടു പോയിന്നും അതിൽ ഇന്ത്യക്കാരുണ്ടെന്നൊക്കെ. ഊവ്, രാവിലെ പത്രത്തിലും കണ്ടുല്ലോ. പക്ഷെ അത് അഫ്ഗാനിസ്ഥാനിലല്ലേ? ആഷിക്ക് ജോലി ചെയ്യണത് ബഹ്റൈനിലല്ലേ? ആണ്, പക്ഷെ കുറച്ചു നാളായിട്ട് ഓരോന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചിരിക്കുകയാണ്. പോകാൻ പറ്റില്ല എന്ന് പറയായിരുന്നില്ലേ? ആകെ പ്രശ്നങ്ങളവിടെ. എന്നിട്ടിപ്പം എന്തായി, വല്ല വിവരം കിട്ടിയോ? അതിനാ ഞാനിങ്ങോട്ട് വന്ന്. ഇന്നലെ മുതൽ നിസാറിന്റെ ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്. അവിടെ ആരും എടുക്കുന്നില്ല. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ മോശേ? ആഷിക്ക് വന്നിക്കണോ? വീട് പണി ഇടവരെയായി. നമ്മൾ രാവിലെ പത്രത്തിൽ വായിച്ചില്ലേ, അഫ്ഗാനിസ്ഥാനിൽ ബസ് തട്ടിക്കൊണ്ടോയിന്ന്. അത് നമ്മൾ ആഷിക്ക് ജോലി ചെയ്യണ കമ്മലില്ലാത്രേ. ആടെ ആരും വിളിച്ചിട്ട് എടുക്കണില്ലാന്ന്. മാഷ് വിഷമം കണ്ടാട്ടോ. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് ആ മാഷിന്റെ പുറയിലേക്ക് വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആകെ ഒരു പേടി. ഷൈനിമോളും ആകെ ഭയന്നിരിക്കുക. മാഷ് ധൈര്യമായിട്ടിരി, ഞാൻ പെട്ടെന്ന് വരാ. നീ ആ തേച്ച് വെച്ച മുണ്ടും കോപ്പായെടുത്തേ. ഞാൻ ഓഫീസിലേക്കൊന്ന് പോയി നോക്കട്ടെ. ആ ഇന്ന് മീൻ പൊരിച്ചതില്ലേ? ഇന്ന് മീൻകറിയാ, ഇത് തിന്നാ മതി. എനിക്ക് മീൻ പൊരിച്ചത് വേണം. അപ്പോ വാശി പിടിക്കാതെ തിന്നാൻ നോക്ക്. ആ ലക്ഷ്മിയമ്മേ, ഇച്ചിരി നെയ്മീൻ പൊരിച്ചതാ, കുട്ടികൾക്ക് കൊടുക്ക. ഓ ശരി. ദേ, ഇവിടെ ഒരുത്തൻ പൊരിച്ച മീനില്ലാതെ ചോറ് വേണ്ടെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ദേ, പൊരിച്ച മീൻ. ദാ.
തിന്നു. മോൻ ചോറ് കഴിക്ക്. ആ വന്നോ? ഞാൻ ചോറെടുത്ത് വെക്കുമ്പോഴേക്കും മാഷ് ഇങ്ങട്ടാ പോയേ? ഞാനൊന്ന് ഫോൺ ചെയ്യാൻ പോയതാ ആഷിക്കിന്. ആടെ ആരും ഫോണൊന്നും എടുക്കണില്ല. പിന്നെ വരുന്ന വഴിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് കണ്ടു. വേണ്ട, എനിക്കിപ്പോ വിശപ്പില്ല. ഞാൻ ഒന്നുകൂടി ഒന്ന് പോയി നോക്കട്ടെ, ഓനെ കിട്ടാൻ എന്തെങ്കിലും വയ്യണ്ടാന്ന്. ആടെ ഫോൺ തകരാറിലാണെന്ന് തോന്നുന്നു. കണക്റ്റ് ആകുന്നില്ല. വേറെ ഫോൺ നമ്പർ വല്ലതും കയ്യിലുണ്ടോ? ഇത് ആഷിക്കിനൊപ്പം ബഹ്റൈനിൽ ജോലിയെടുക്കുന്ന ഒരാളുടെ നമ്പറാ. ഈലേക്കൊന്ന് വിളിച്ചു നോക്കി. ഓന്റെ കൂട്ടുകാരനാ. ഈ നമ്പർ ഇപ്പോൾ നിലവിലില്ലെന്നാ പറയുന്നത്. ന്യൂസിന്റെ സമയമായല്ലോ. മോനെ ആ ന്യൂസ് ചാനൽ ഒന്നിട്ട്. അഫ്ഗാനിസ്ഥാനിൽ ബസ് കടത്തിയവരെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് വിദേശകാര്യാലയം. എന്നാൽ കടത്തപ്പെട്ട ബസ്സിൽ ഇന്ത്യക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നിഗമനം. ഭീകരവാദികൾ ആരെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പല രാജ്യക്കാർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലെ ബസ് ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയതിന്റെ സാഹചര്യവും വ്യക്തമായിട്ടില്ല. മാർഷ് സമാധാനമായിട്ടിരിക്കും. നാളത്തേക്ക് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ഞാൻ രാത്രിയിൽ ഈ നമ്പറിൽ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ പ്രസിഡന്റിനെ വിളിച്ചു വിവരം പറഞ്ഞോളൂ. ഏതായാലും ആഷിക്ക് വലിയൊരു കമ്പനിയിലല്ലേ ജോലി ചെയ്യണത്. അവരും ഇതിൽ ഇടപെടാതിരിക്കില്ലല്ലോ. തീർച്ചയായിട്ടും. ആ बदल के मेरी तुम जिंदगानी कहीं बदलना. सबसे पहले अहम सुर्खियों पर एक नजर. कश्मीर असेंबली में मंजूरा खवातीन बिल सेलेक्ट कमेटी से रुजू करने चीफ मिनिस्टर मुफ्ती मोहम्मद सईद का फैसला. खवातीन को पार्लियामेंट और असम्बलियों में इत्तिहाई तहफ़्फ़ुज़ात के जरिए इंसाफ की फराहमी मुमकिन. आज आलमी योम खवातीन रियासत के मुख्तलिफ मकामात पर जलसे और सेमिनार्स और कांग्रेस और तेलंगाना राष्ट्र समिति के इंतखाबी इत्तेहाद का मकसद മോൾക്ക് ഉറക്കം വരുന്നില്ലല്ലേ? നിൽക്കും. अब खबरें तफसील से. മോള് പോയി കിടക്ക്. മോന് ഒരു ആപത്തും വരില്ല. असेंबली में मंजूरा खवातीन बिल को सेलेक्ट कमेटी से रुजू करने का फैसला किया है. उन्होंने सदर कांग्रेस मोहतरमा सोनिया गांधी से बातचीत के बाद ये फैसला किया है. मोहतरमा सोनिया गांधी ने इस बिल की मंजूरी पर, जिसके तहत बैरून रियासत शादी करने वाली खवातीन की गैर मनकूला जायदादों में विरासत पर पाबंदी लगाई गई है, सख्त एतराज किया है. पेंटर्स पार्टी के कायद डॉक्टर പൈസ ബാങ്കിൽ റെഡിയാണ്. ഞാൻ ഇന്നലെ മാനേജറിനെ കണ്ടിരുന്നു. എന്നാ പിന്നെ ബാർപ്പിന്റെ പണി അങ്ങോട്ട് തുടങ്ങിയാലോ? വേണ്ട മേസ്ത്രി, 2-3 ദിവസത്തേക്ക് പണിയൊക്കെ ഒന്ന് നിർത്തിവെക്കാം. മനസ്സിനൊരു സുഖമില്ല. പത്രത്തിലും ടി വിയിലും ഓരോന്ന് വരുന്ന കാണുമ്പം വല്ലാത്തൊരു ബേജാറ്. നിങ്ങൾ ബേജാറാവണ്ടെന്ന് നമ്മളെ ആശിക്കിന് ഒന്നും പറ്റൂല. ഇൻഷാ അല്ലാ. ആ. ടിവിയിൽ ഉപ്പാന്റെ പേര് കാണിക്കുന്നു.
like, comment, subscribe to our channel.